ശബരിമലയിലെ താഴികക്കുടവും ഇളക്കി മാറ്റി. സന്നിധാനത്തെ താഴികക്കുടം ഇളക്കി പമ്പയിൽ കൊണ്ടുവന്നതായി വിവരം. ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരണമായ പുണ്യദർശനത്തിന്റെ 2017 ജൂൺ 25 ലക്കത്തിലെ ലേഖനത്തിലാണ് ഈ വിവരങ്ങൾ ഉള്ളത്. താഴികക്കുടം സന്നിധാനത്ത് നിന്ന് മാറ്റുന്നത് ദേവസ്വം മാനുവലിന് എതിരാണ്. താഴികക്കുടം പമ്പയിലെത്തിച്ചതിലും ദുരൂഹതയുണ്ട്. ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, സർവത്ര സ്വർണ്ണക്കൊള്ളയാണ്. ഓരോ ദിവസവും വരുന്നത് പുതിയ പുതിയ വാർത്തകളാണ്. ശബരിമലയിലെ താഴികക്കുടവും ഇളക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതും പതിവ് പോലെ ദേവസ്വം മാനുവൽ ലംഘിച്ചു തന്നെയാണ്. പക്ഷേ താഴികക്കുടം ഇളക്കി പമ്പയിൽ കൊണ്ടുവന്നത് എന്തിനെന്നോ തുടർന്നുള്ള നടപടികൾ എപ്രകാരമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ്. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തുടർച്ചയായിട്ടുള്ള സ്വർണ്ണക്കൊള്ള സംശയിക്കുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സന്നിധാനം കേന്ദ്രീകരിച്ചുകൊണ്ട് ശബരിമലയിൽ നടന്നു വന്നിരുന്നത്. സന്നിധാനത്തെ ഓരോ സ്വർണത്തിൻ്റെ അംശവും അവിടെ നിന്നും അറ്റകുറ്റപ്പണിക്ക് എന്നുള്ള പേരിൽ അവിടെ നിന്നും അഴിച്ചു മാറ്റി അതിന്മേൽ സ്വർണ്ണമടക്കമുള്ളവ ഇത്തരത്തിൽ കവർച്ച ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം അടക്കം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലടക്കം വ്യക്തമായിരിക്കുന്നത്. എന്തായാലും അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയെന്നണം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒപ്പം നടന്നിട്ടുള്ള മറ്റൊരു സംഭവങ്ങൾ കൂടിയാണ് ഇപ്പോൾ വെളിവാകുന്നത്. അതായത് സന്നിധാനത്തെ ശ്രീകോവിലിന് മുകളിലുള്ള താഴികക്കുടത്തിനെ പോലും വെറുതെ വിടുന്നില്ല. താഴികക്കുടവും അവിടെ നിന്നും അഴിച്ചു മാറ്റി സന്നിധാനത്ത് നിന്നും മാറ്റിയിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അറ്റകുറ്റപ്പണി നടത്താനെന്നുള്ള തീരുമാനത്തിന് പ്രകാരമാണ് താഴികക്കുടങ്ങളെ ശ്രീകോവിലിന് മുകളിൽ നിന്നും അഴിച്ചു മാറ്റി അത് സന്നിധാനത്ത് പോലുമല്ല അറ്റകുറ്റപ്പണി നടത്തിയത്, പമ്പയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് ഈ ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായിട്ടുള്ള പുണ്യദർശനം എന്ന് പറയുന്ന മാസിക 2017 ജൂൺ മാസം 25-ാം തീയതി ഇറങ്ങിയിട്ടുള്ള ലക്കത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതായത് ആ വർഷം 2017 മുമ്പ് ജൂൺ 25 മുമ്പാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. താഴികക്കുടം അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഇളക്കി പമ്പയിൽ കൊണ്ടുവന്നിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ആ മാസികയിൽ ആ പ്രസിദ്ധീകരണത്തിൽ ലേഖനമായിട്ട് വന്നിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഗൂഗിൾ താഴികക്കുടം ഇത്തരത്തിൽ ഇളക്കി മാറ്റി എന്നുള്ളത് 2017 ജൂൺ 25 പുണ്യദർശനം, അതായത് ശബരിമല ദേവസ്വം ബോർഡിന്റെ പ്രസിദ്ധീകരണമായ പുണ്യദർശനത്തിന്റെ ഒരു ലേഖനത്തിൽ തന്നെയാണ് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ദേവസ്വം മാനുവൽ ലംഘിച്ചു തന്നെയാണ് ഇത് സന്നിധാനത്ത് നിന്ന് മാറ്റിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുശേഷം താഴികക്കുടം പമ്പയിൽ എത്തിച്ചു, കേടുപാടുകൾ മാറ്റി എന്നൊക്കെ പറയുന്നതിൽ തുടർന്നുള്ള പ്രവൃത്തികൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിലും അവ്യക്തത നിഴലിക്കുകയാണ്. നമ്മൾ കണ്ടതാണ്, ചെമ്പടക്കം മറിച്ചു വിറ്റു എന്ന് പറയുന്ന ആശങ്ക നിലനിൽക്കുമ്പോഴാണ് ഈ താഴികക്കുടത്തിനും ഇനി എന്ത് സംഭവിച്ചിരിക്കാം എന്നുള്ള ആശങ്ക കൂടി ഉയരുന്നത്. രോഹിണി, തീർച്ചയായിട്ടും അതുതന്നെയാണ് ഏറ്റവും വലിയ ആശങ്ക. പ്രത്യേകിച്ച് ഈ താഴികക്കുടം അവിടെ നിന്നും ഇളക്കി മാറ്റി എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് ഏത് നിലയിലായിരിക്കും തിരിച്ച് പുനഃസ്ഥാപിച്ചിട്ടുണ്ടാവുക, അതിൽ നിന്നടക്കം സ്വർണം മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അന്വേഷണ വിധേയമാക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിൽ ഈ കാര്യങ്ങൾ കൂടി അന്വേഷണമായിട്ട് വരേണ്ടതുണ്ട് എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായാലും പുറത്തു വന്നിട്ടുള്ള രേഖകൾ പ്രകാരമുള്ള വസ്തുക്കൾ മാത്രമല്ല ശബരിമലയിൽ നിന്നും ഇത്തരത്തിൽ അനധികൃതമായിട്ട് നീക്കിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഓരോ നിമിഷവും ഓരോ ദിവസവും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായിട്ടാണ് ഇപ്പോൾ താഴികക്കുടവും ഈ രീതിയിൽ മാറ്റപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്ത് വന്നിരിക്കുന്നത്. അത് എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ്. പത്മകുമാർ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന സമയത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഒപ്പം കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. എന്തായാലും ഇത്തരം അധികൃതരുടെ അടക്കം അനുമതി അല്ലെങ്കിൽ അറിവ് ഈ വിഷയത്തിനൊക്കെ പിന്നിൽ, ഈ സംഭവങ്ങൾക്ക് പിന്നിലുണ്ടോ എന്നുള്ള കാര്യം അടക്കം വിശദമായിട്ട് അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ടതും അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല ദേവസ്വം മാനുവലിനെതിരാണ് എന്നുള്ളതാണ്. അതായത് ഈ സന്നിധാനത്തെ വസ്തുക്കളൊക്കെ അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ അത് സന്നിധാനത്തിൻ്റെ പരിസരത്ത് വെച്ച് തന്നെ നടത്തണമെന്നുള്ളതാണ് ദേവസ്വം മാനുവൽ പ്രകാരം വ്യവസ്ഥയായിട്ട് നിലനിൽക്കുന്നത്. അതൊക്കെ ലംഘിച്ചുകൊണ്ട്, പരസ്യമായി ലംഘിച്ചുകൊണ്ട് തന്നെ പമ്പയിലടക്കം കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ ലേഖനത്തിൽ പറയുന്നത്. പമ്പയിൽ നിന്ന് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ, പമ്പയിൽ എന്താണ് നടന്നത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും രോഹിത് സൂചിപ്പിച്ചതുപോലെ അവ്യക്തത നിലനിൽക്കുകയാണ്. അത് പിന്നീട് ശബരിമലയിലേക്ക് ഏത് വിധത്തിലാണ് കൊണ്ടുപോയത്, പുനഃസ്ഥാപിക്കപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ വിശദമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണ പരിധിയിൽ വരണം. പ്രത്യേകിച്ച് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ വിഷയങ്ങളുടെ ഒരു ചട്ടക്കൂടിൽ മാത്രം അന്വേഷണം ഒതുങ്ങുന്നതല്ല എന്നുള്ളതാണ് ഈ ഓരോ ദിവസവും പുറത്തു വരുന്ന സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. അതിനും അപ്പുറത്തുള്ള പല അനധികൃത ഇടപാടുകളും നടപടികളും സന്നിധാനം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് കേവലം 2019 കാലഘട്ടത്തിൽ മാത്രമല്ല, അതിന് മുമ്പും ഇത്തരത്തിൽ, ഇപ്പോൾ ഈ താഴികക്കുടത്തിൻ്റെ വിഷയം വരുന്നത് 2017 ജൂൺ മാസത്തിന് മുമ്പാണ്. അപ്പോൾ ആ വർഷങ്ങളിലൊക്കെ, അതിന് മുന്നോടിയായിട്ടുള്ള വർഷങ്ങളിലൊക്കെ ഇത്തരത്തിൽ
ഇത്തരത്തിൽ ക്രമക്കേടുകൾ അനധികൃതമായിട്ടുള്ള നടപടികൾ സന്നിധാനം കേന്ദ്രീകരിച്ചുകൊണ്ട് ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം സുവ്യക്തമാണ്. എന്തായാലും അതിലൊക്കെ അന്വേഷണം ഏതു വിധത്തിൽ നടക്കും എന്നുള്ളത് മാത്രമാണ് ഇനി നമുക്ക് നോക്കിക്കാണേണ്ടത്. എന്തായാലും ഈ താഴികക്കുടം വിഷയം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അതിൽ വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ഹൈന്ദവ സംഘടനകളുടെ അടക്കം ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അന്വേഷണ സംഘം ഏതു വിധത്തിൽ ഈ വിഷയത്തെ കൂടി കൈകാര്യം ചെയ്യുമെന്നുള്ളത് മാത്രമാണ് ഇനി നമുക്ക് നോക്കിക്കാണേണ്ടത്. രോഹിണി, അതുമാത്രമല്ല ഗോകുൽ, നമുക്കറിയാം വലിയ രീതിയിലുള്ള കൊള്ള തന്നെയാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊരു ക്ഷേത്രത്തെയും സംബന്ധിച്ചിടത്തോളം താഴികക്കുടം എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആചാരപരമായ എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ടാണ് താഴികക്കുടം സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. പ്രത്യേക പൂജാവിധികൾ പോലും നടക്കാറുണ്ട്. അപ്പോൾ ഇത് കേടുപാട് വന്ന് എന്ന് പറഞ്ഞ് വരുത്തി തീർത്തുകൊണ്ട് ഇതിങ്ങനെ ഇളക്കി മാറ്റുകയും അത് പമ്പയിൽ കൊണ്ടുവരികയും പിന്നീട് എന്താണ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അവ്യക്തത തുടരുകയും തിരിച്ചിത് സ്ഥാപിച്ചോ അത് ഏത് രീതിയിലാണ് സ്ഥാപിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ അവ്യക്തത നെള്ളിക്കുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ ശബരിമലയുടെ ചൈതന്യം തന്നെ ചോർന്നു പോകുന്ന തരത്തിലേക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെ വേണം കരുതാനായിട്ട്. കാരണം ഈ രോഹിണി സൂചിപ്പിച്ചതുപോലെയാണ് ഈ താഴികക്കുടം എന്ന് പറയുന്ന വസ്തു സാധാരണഗതിയിൽ അങ്ങനെ അറ്റകുറ്റപ്പണി ഉണ്ടാവാൻ ഇടയില്ല.